ഹായ് തൻസീലയാണ്. ഇലക്ഷന് നിൽക്കുന്നവരോടൊരു കാര്യം പറയാനാണ്, വേറൊന്നുമല്ല. നിങ്ങൾക്ക് നാട് നന്നാക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിൽക്കുക. അതല്ലാതെ എനിക്ക് പവർ വേണം, പിന്നെ അതുപോലെ അധികാരം കയ്യിൽ വേണം, അതല്ലെങ്കിൽ ഇതുവഴി ഞാൻ രക്ഷപ്പെടും, അങ്ങനെയുള്ളവരൊന്നും ഈ പരിപാടിക്ക് നിൽക്കണ്ട. അധികാര മോഹമുള്ളവർ പ്രത്യേകിച്ച്. വേറൊന്നുമല്ല, ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇതിന് നിന്നാൽ മതി. അതല്ലാതെ നമ്മൾ ഇത്രയും നാൾ സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെ ഒത്തിരി പേര് എന്താ പറയുക, ജനപ്രതിനിധികളായിട്ടുണ്ട്, നമ്മുടെ മന്ത്രിമാരായിട്ടുണ്ട്, MLA മാരായിട്ടുണ്ട്, കൗൺസിലേഴ്സായിട്ടുണ്ട്, മെമ്പേഴ്സായിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്, മേയറായിട്ടുണ്ട്, ഒത്തിരി പേരായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരെല്ലാവരിലും എത്ര പേര് ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ നാട് വികസിച്ചാൽ നമ്മളും വികസിക്കും, നമ്മളും രക്ഷപ്പെടും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. വേറൊന്നുമല്ല, ഒരു നാടിന് ഒരു പെർട്ടിക്കുലർ ഏരിയ അവിടെ ഏറ്റവും അത്യാവശ്യം എന്താണ്, അതൊക്കെ നിങ്ങളൊന്ന് നടത്തി കൊടുക്കുക. റോഡ് മോശമായി, ആ റോഡ് ഒരു തവണ ടാർ ചെയ്തു, റോഡ് ഒരു മഴയത്ത് നശിഞ്ഞു, അതല്ലെങ്കിൽ എന്താ പറയുക, അവിടെ കുഴി വന്നു എങ്കിൽ ആ ടാറിങ് കോമ്പോസിഷൻ മോശമായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ കോൺട്രാക്ടർ ചെയ്യുന്ന അഴിമതിയാണ് അതിൽ കാണിക്കുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് വേ നിങ്ങൾ കണ്ടുപിടിക്കുക. അതല്ലാതെ പഴയതുപോലെ തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്നതാ കാര്യം? പിന്നെ രണ്ടാമത്തെ കാര്യം, വേറെ എന്തെങ്കിലും അവിടുത്തെ ഒരു ഇഷ്യൂ, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അതെന്തുകൊണ്ടാണ് പിന്നെ സംഭവിക്കുന്നതെന്ന് കണ്ടെത്തി ആ കാരണത്തിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആ കാരണത്തിനാണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. അതല്ലാതെ ചെയ്തത് തന്നെ പണ്ടുള്ളവർ ചെയ്ത കൺവെൻഷണൽ വേ തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് നിൽക്കരുത്. നിങ്ങളുടെ നാടിന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, അതായത് ഒരു നാടിൻ്റെ ഭരണാധികാരി അയാൾ ആൻസറബിളാണ്. ഈ നാട്ടിലെ ജനങ്ങളോടാണെങ്കിലും ദൈവത്തോടാണെങ്കിലും അവനവൻ്റെ മനസാക്ഷിയുടെ മുന്നിലാണെങ്കിലും മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. എന്നെങ്കിലും ഒരിക്കലും നമ്മൾ ചെയ്ത കർമ്മം നമുക്ക് തിരിച്ചു വരും. അപ്പോൾ അത് വരുമ്പോൾ സത്യസന്ധതയോടുകൂടി നിന്നവർക്ക് മാത്രമേ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. എപ്പോഴും അവനവൻ്റെ നാടിന് വേണ്ടി ചെയ്യുക. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? ഇപ്പോൾ പട്ടിണി കിടക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്, വിദ്യാഭ്യാസം കിട്ടാത്ത ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ആ ഭാഗത്ത് ഇലക്ഷൻ നിൽക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അവിടെ എയർപോർട്ട് കൊണ്ടുവരികയും അവിടെ പുതിയ അപ്പാർട്ട്മെൻറ്റുകൾ പണിയും പുതിയ ബിസിനസ് പ്ലാൻസ് കൊണ്ടുവരികയല്ല. ആ ജനങ്ങൾക്ക് വേണ്ടത് എന്താണോ, അവർക്ക് ഭക്ഷണമില്ലെങ്കിൽ ആ ഭക്ഷണത്തിനുള്ള വഴി എത്തിച്ചു കൊടുക്കുക. അവിടെ വിദ്യാഭ്യാസക്കുറവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള എന്തൊക്കെ വേസ് ഉണ്ടോ അത് നടത്തി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ പ്ലാൻസ് കാര്യങ്ങൾ നടപ്പിലാക്കുക. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാം, അത് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ ചെയ്യുമ്പം പഴയ മുറയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി വേണം മുന്നോട്ട് പോകാൻ. താങ്ക് യു.